നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം സീറ്റിനായി കോൺഗ്രസിൽ തർക്കം. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് NS നുസൂറിനായി KPCC ആസ്ഥാനത്തിന് മുൻപിൽ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു. NS വരട്ടെ, നേമം ഉണരട്ടെ എന്നാണ് ഫ്ലെക്സ് ബോർഡ്. തിരുവനന്തപുരത്ത് നിന്ന് ആഷിഖ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ ഡൽഹിയിൽ സജീവമായി നടക്കുന്നതിനിടെയാണ് നിയമമണ്ഡലവുമായി ബന്ധപ്പെട്ട ചില സ്ഥാനാർത്ഥി പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. നേരത്തെ വൈഷ്ണവ് സുരേഷാണ് ഈ സ്ഥാനാർത്ഥി ചർച്ചകൾ ഏറ്റവും മുമ്പന്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കേരള കോൺഗ്രസ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാനത്ത് ഒരു ഫ്ലെക്സ് വന്നിരിക്കുന്നു. അത് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള NS നുസൂറിന്റെയാണ്. NS വരട്ടെ, നിയമം ഉണരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ KPCC ഓഫീസിന് മുമ്പിൽ വലിയൊരു ഫ്ലെക്സ് തന്നെ സ്ഥാപിച്ചിട്ടുള്ളത്. കോൺഗ്രസ് പ്രവർത്തക കൂട്ടായ്മയാണ് ഈ ഒരു ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുള്ളത്. നിരവധി പ്രശ്നങ്ങൾ ഈ ഫ്ലെക്സിൽ പറയുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ കുറവെന്താണ്, അതായത് നിയമമണ്ഡലവുമായി ബന്ധപ്പെട്ട് NS നുസൂറിന്റെ കുറവെന്താണ്, അദ്ദേഹത്തിന്റെ മതമാണോ അതോ ജീവിതശൈലിയാണോ കാരണമെന്നുള്ള കാര്യം ഈ ഫ്ലെക്സിൽ ചോദിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ തരംഗങ്ങളില്ല, മീഡിയ പ്രചാരണങ്ങളില്ല, എന്നാൽ നിലപാടുണ്ട്, യുവാക്കളുടെ പിന്തുണയുണ്ട് എന്ന് ഈ ഫ്ലെക്സിൽ പറയുന്നു. തലയുയർത്തി നിൽക്കുന്ന സ്വഭാവമാണ് പ്രശ്നമെങ്കിൽ അദ്ദേഹത്തിന്റെ നിവർന്നു നിന്ന് അഭിപ്രായം പറയുന്ന നിലപാട് അംഗീകരിക്കുന്ന ഒരു തലമുറ തന്നെ ഇവിടെയുണ്ട് എന്ന് ഓർക്കുക എന്നും ഈ ഫ്ലെക്സിൽ പറയുന്നു. നിങ്ങൾ പേടിക്കേണ്ട, നിയമത്ത് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഈ മണ്ഡലം പൂർണ്ണമായും ഇപ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുമെന്നും ഈ ഫ്ലെക്സിൽ പറയുന്നു. എന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് വൈഷ്ണവ് സുരേഷിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ചില എതിർപ്പുകൾ ഈ മണ്ഡലത്തിലുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ പേർ ഇത്തരത്തിൽ വരുമോ എന്നൊരു കാര്യവും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങളാണ് നിയമമണ്ഡലവുമായി വരുന്നത്. കാരണം വൈഷ്ണവ് സുരേഷ് നിലവിൽ മുട്ടട കൗൺസിലറാണ്. വലിയ രീതിയിൽ ഈ ഇത്തരത്തിൽ യുവാക്കൾക്കിടയിലും യുവതികൾക്കിടയിലും വലിയ സ്വീകാര്യത നേടിയിട്ടുണ്ട് വൈഷ്ണവ് സുരേഷ്. അങ്ങനെ നിൽക്കുന്ന വൈഷ്ണവ് സുരേഷിനെ ഒരു ശക്തമായ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണ് കോൺഗ്രസ് ഇവിടെ പരിഗണിച്ചത്. അതിന് പ്രധാന കാരണം രാജീവ് ചന്ദ്രശേഖരും വി ശിവൻകുട്ടിക്കും എതിരായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണ്. അങ്ങനെ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് NS നുസൂറിന്റെ ഫ്ലെക്സ് ഇവിടെ വരികയും വലിയൊരു ചർച്ചയിലേക്ക് അത് നീങ്ങുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പരസ്യമായി ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ പാടില്ല എന്ന് KPCC പ്രസിഡന്റ് തന്നെ മുന്നറിയിപ്പ് നൽകുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ക്യാമറമാൻ രതീഷ് കട്ടലപ്പം, ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.